വിവാദങ്ങൾക്കും തർക്കങ്ങൾക്കും താൽക്കാലിക വിരാമം. 21ാമത് രാജീവ് ഗാന്ധി ട്രോഫി ജലമേള സെപ്റ്റംബർ 27-ന് പുളിങ്കുന്ന് പമ്പയാറ്റിൽ നടക്കുമെന്ന് ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. വിവാദങ്ങളിലും തർക്കങ്ങളിലും പെട്ട പലകുറി രാജീവ് ഗാന്ധി ട്രോഫി ജലമേളയ്ക്ക് മുടക്കം സംഭവിച്ചിരുന്നു. എന്നാൽ ഇത്തവണ മുടക്കങ്ങളൊന്നും കൂടാതെ പൂർവാധികം ശക്തിയോടെ ജലമേള നടത്താനുള്ള തയ്യാറെടുപ്പിലാണ് സംഘാടകർ. ജലമേളയ്ക്ക് മുന്നോടിയായുള്ള സ്വാഗത സംഘ ഓഫീസ് രൂപീകരണം ഓഗസ്റ്റ് 3-ന് നടക്കുമെന്നും സ്വാഗത സംഘ ഓഫീസായി പുളിങ്കുന്ന് വടക്കേങ്ങാടി സഹകരണ ബാങ്ക് ഓഡിറ്റോറിയം പ്രവർത്തിക്കുമെന്നും സംഘാടകർ അറിയിച്ചു. 21ാമത് രാജീവ് ഗാന്ധി ട്രോഫി ജലമേള സെപ്റ്റംബർ 27 ശനിയാഴ്ച 2 മണിക്ക് പുളിങ്കുന്ന് പമ്പയാറ്റിൽ വളരെ ഗംഭീരമായി നടത്താനാണ് തീരുമാനിച്ചിരിക്കുന്നതെന്നും അവർ പറഞ്ഞു. ചുണ്ടൻ വള്ളങ്ങൾ, വെപ്പ്, ഇരുട്ടുകുത്തി വള്ളങ്ങൾ എന്നിവ മത്സരത്തിൽ പങ്കെടുക്കും. ജലമേളയോടനുബന്ധമായി കാനോയിങ്, കയാക്കിംഗ്, ഡ്രാഗൺ, റോവിംഗ്, നീന്തൽ മത്സരങ്ങൾ എന്നിവ കൂടാതെ രാഷ്ട്രീയ നേതാക്കളെയും ജനപ്രതിനിധികളെയും ഉൾപ്പെടുത്തി ജനസംഗമം സംഘടിപ്പിക്കും. സാംസ്കാരിക ഘോഷയാത്ര, തിരുവാതിരക്കളി മത്സരം, വഞ്ചിപ്പാട്ട് മത്സരം, ഉപന്യാസ മത്സരം എന്നിവയും ജലമേളയുടെ ഭാഗമായി നടക്കുമെന്നും ഭാരവാഹികൾ പറഞ്ഞു. വാർത്താ സമ്മേളനത്തിൽ ജലമേളയുടെ സംഘടനാ ഭാരവാഹിയും രക്ഷാധികാരിയുമായ അലക്സ് പോൾ, പ്രസിഡന്റ് അഡ്വക്കേറ്റ് അനിൽ ബോസ് എന്നിവർ പങ്കെടുത്തു.